ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നല്ലൊരു പ്രഭാതം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാം ഇതാ വീണ്ടും നോമ്പുകാലത്തിലെ ഒരു പുതിയ ദിവസം കൂടി ആരംഭിക്കുകയാണ്. നമ്മെ തന്നെ പരിശോധിക്കുവാനും വേണ്ട തിരുത്തലുകളുമായിട്ട് കർത്താവിങ്കലേക്ക് കൂടുതൽ ചേർന്നിരിക്കുവാനുമായി ദൈവമിതാ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു പുതിയ പ്രഭാതം നൽകി നമ്മയെല്ലാം അനുഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നാം ഇന്ന് ധ്യാനിക്കുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൽ നിന്ന് ഒരുപാട് ഹൃദയങ്ങളെ അകറ്റി വച്ചിരിക്കുന്ന മക്കളാണെന്ന് ദൈവമായ കർത്താവ് ഈ വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നോമ്പുകാലം എന്നത് ഹൃദയങ്ങളെ ദൈവത്തിങ്കലേക്ക് കൂടുതൽ ചേർത്തു വയ്ക്കാനുള്ള കാലങ്ങളാണ്. ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കണമെങ്കിൽ സ്നേഹമുള്ളവരെ, ആദ്യമേ നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വിശുദ്ധിയൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വസ്ത്രത്തിൽ അതുമല്ലെങ്കിൽ ശരീരത്തിൽ അല്പം അഴുക്ക് പറ്റിയാൽ ഞാനും നിങ്ങളും ഉടനെ തന്നെ അത് കഴുകിക്കളയും. ഒന്നുകിൽ വസ്ത്രം മാറ്റും, അല്ലെങ്കിൽ ശരീരത്തിൽ മുഖത്ത് വല്ലയിടത്തുമാണെങ്കിൽ അതൊക്കെ നാം കഴുകിക്കളയും. കാരണം എന്താ? അത് ചുറ്റുമുള്ളവർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേടാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ മലിനതയും കപടതയും ഞാനും നിങ്ങളും കഴുകിക്കളയാറില്ല. കാരണം അത് ആരും തന്നെ കാണുന്നില്ല. ഞാനും നിങ്ങളുമൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടതയുടെയും അശുദ്ധിയുടെയും ആ മേഖലകൾ ആരും പരിശോധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരുന്നില്ല. സ്നേഹമുള്ളവരെ, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. വസ്ത്രം കഴുകിയത് കൊണ്ട് അഴുക്ക് പോകും. എന്നാൽ സ്നേഹമുള്ളവരെ, ഇവിടെ പറയുന്നു നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. നാട്ടുകാർ കാണിക്ക് നമ്മുടെ വസ്ത്രം കീറിയത് കൊണ്ടോ വസ്ത്രം കഴുകിയത് കൊണ്ടോ വസ്ത്രം മാറ്റിയത് കൊണ്ടോ ഹൃദയങ്ങൾ ഒരിക്കലും വിശുദ്ധമാകുകയില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങൾ ആദ്യം കഴുകേണ്ടത് നിങ്ങളുടെ ഹൃദയങ്ങളാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പറയുന്നത്? കർത്താവേ, ഹീസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, അപ്പോൾ ഞാൻ നിർമ്മലനാകും. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ കഴുകി ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കണം. ഇവിടെ വചനം, ഇന്ന് ധ്യാനിക്കുന്ന വചനം എന്താണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ വളരെ അകലെയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യം നിറഞ്ഞതാണ്, മലിനത നിറഞ്ഞതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതാണ്, ആർക്കാണ് അത് തിരിച്ചറിയുക? എന്നിട്ട് പറയുന്നുണ്ട്, കർത്താവായ ഞാൻ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു, നിങ്ങളുടെ മനസ്സുകളെ ഞാൻ അറിയുന്നു, പരീക്ഷിക്കുന്നു. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമൊക്കെ. ഈ നോമ്പുകാലം എന്നത് കർത്താവിലേക്ക് കൂടുതൽ ചേർന്നിരിക്കണം. ഹൃദയങ്ങളെ അറിയുന്ന, ഹൃദയത്തിൻ്റെ കാപട്യങ്ങളെ, മലിനതയെ തിരിച്ചറിയുന്ന ദൈവത്തിലേക്ക് കൂടുതൽ ചേർന്നിരിക്കണം. അതിനെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കണം. മറ്റാരും കാണുന്നില്ല എന്ന് കരുതി ഒരിക്കലും നാം നമ്മുടെ ഹൃദയങ്ങളെ അശുദ്ധിയിൽ കൊണ്ടു നടക്കരുത്. വിശുദ്ധിയോടുകൂടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കണം. നാം കാണുന്നുണ്ട് യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകൻ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെ അവിടെയാണ് യെശയ്യാ തൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നത്. ഇത്രയധികം ദൈവസന്നിധിയിൽ മാലാഖമാരിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ തൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അവന് മനസ്സിലാകുന്നു, ഞാൻ മലിനനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവനും അത്തരം ആളുകളുടെ മധ്യ വസിക്കുന്നവനുമാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഉണ്ടാകണം. അതാണ് നോമ്പുകാലം.
നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ, മലിനതയെ, കപടതയെ, ആ അശുദ്ധിയെ ഒക്കെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വിശുദ്ധീകരിക്കുവാനായിട്ട്, ദൈവത്തിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിക്കുകയാണ്. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ, അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുദപിക്കാൻ ഒരുക്കിയിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുദപിക്കേണ്ട സമയം അത് നോമ്പുകാലം. കർത്താവിലേക്ക് കൂടുതൽ ചേർന്നിരിക്കേണ്ട സമയം അത് നോമ്പുകാലം. ഹൃദയങ്ങളെ പരിശോധിച്ച് ഹൃദയത്തിൻ്റെ മലിനതയും കപടതയും അശുദ്ധിയുമെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് അകന്നുപോയ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. നമ്മളൊരു കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങളെയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അവയെല്ലാം ദൈവത്തിലേക്ക് വിട്ടുകൊടുത്ത്, പൊന്നുതമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ, മേലിൽ മുന്നിലേക്കുള്ള ജീവിതത്തിൽ ഞങ്ങളെ നല്ലവരായി മുന്നിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ.